നമസ്കാരം. ഞാൻ മൊയ്തീൻ ഇന്ത്യൻ യൂണിയൻ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജന കാലത്ത് ഒരു ബ്രിട്ടീഷ് പത്രാധിപർ പാകിസ്ഥാൻ നേതാവായ ജിന്നയോട്, അപ്പോൾ സമയം അതിന് 1 മണിയാവുന്നു രാത്രി, ചോദിച്ചു, നിങ്ങൾ എന്താണ് ഉണർന്നിരിക്കുന്നത്? അവിടെ നെഹ്റുവൊക്കെ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ജിന്ന ആ ബ്രിട്ടീഷ് പത്രപ്രതിയോട് പറഞ്ഞു, നെഹ്റുവിൻ്റെ ആൾക്കാർ ഉണർന്നിരിക്കുകയാണ്, എൻ്റെ ആൾക്കാർ ഉറങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ ആൾക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വേണ്ടി ഞാൻ ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. അതുപോലെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവരിപ്പോഴും ഉറങ്ങുകയാണ്. അവർക്ക് ഉണർന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് അറിയില്ല, പല കാരണങ്ങളിലും. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങിയിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന് വേണ്ടി മൊയ്തീൻ ഷാ ഉണർന്നിരിക്കേണ്ടി വരുന്നു. അത് സമുദായം. ഇനി സമൂഹമുണ്ട്, എല്ലാവരും ചേർന്നുള്ള സമൂഹം. ആ സമൂഹത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കൂട്ടത്തിൽ സമുദായത്തിൻ്റെ കാര്യവും മറക്കുന്നില്ല എന്ന് മാത്രം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ ത്രിതല ഭാഷാ പദ്ധതിയാണ് ഇന്ത്യയിലുള്ളത്. ഇംഗ്ലീഷ്, ഹിന്ദി, പ്രാദേശിക ഭാഷ. അതിൽ വർഷങ്ങളായി തമിഴ്നാട്ടിൽ വിഷയമാണ്. ഹിന്ദി ബോർഡ് വയ്ക്കാൻ അവർ സമ്മതിക്കില്ല. തമിഴ്നാട് ഒരു ബോർഡിൽ ഹിന്ദിയില്ല. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, അതിൻ്റെ ഹിന്ദി പഠിക്കുന്ന കുഴപ്പം? അപ്പോൾ ഞാൻ പറയും, ഹിന്ദി പഠിക്കുന്ന ഒരു കുഴപ്പമില്ല, ഏത് ഭാഷ പഠിക്കുന്ന നല്ലതാണ്. പക്ഷെ അത് നിർബന്ധമല്ല. ഇപ്പോൾ ഈ കേരളത്തിൽ സംസ്കൃത ഭാഷ പഠിക്കാനുള്ള അവസരമുണ്ട്, നിർബന്ധമല്ല. ഫ്രഞ്ച് ഭാഷ പഠിക്കാനുള്ള സന്ദർഭമുണ്ട്, അതും നിർബന്ധമല്ല. അതുകൊണ്ട് അറബിക് ഭാഷ പോലും നിർബന്ധമല്ല, ആവശ്യമുള്ളവർക്ക് എടുക്കാം, പഠിക്കാം. അപ്പോൾ ഹിന്ദി ആവശ്യമുള്ളവർക്ക് എടുത്ത് പഠിക്കുന്ന തടസ്സം ആരും പറയുന്നില്ല. പക്ഷെ അത് നിർബന്ധമാക്കരുത്. ഇത് ഏതാണ്ട് 5ാം ക്ലാസ് മുതൽ +2 വരെ ഹിന്ദി കൂടി ചേർന്നൊരു 3 ഭാഷ, ഹിന്ദി, ഇംഗ്ലീഷ്, അങ്ങനെയൊക്കെയാണ്. അതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയില്ലേ, സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ്സാണ് ഇന്ത്യ അടുക്കി ഭരിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസിൻ്റെ കുത്തകയായിരുന്നു. അപ്പോൾ വടക്കേ ഇന്ത്യൻ കോൺഗ്രസ് നേതാക്കൾക്ക് കൈമണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആളാകാൻ വേണ്ടി ദക്ഷിണേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾ ഹിന്ദിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഓക്കെ, അത് സമ്മതിച്ചു. 3 ഭാഷ എന്ന നിലയിൽ ത്രിതല ഭാഷാ സമ്പ്രദായം സമ്മതിച്ചു. പക്ഷെ തമിഴ്നാടൊന്നും സമ്മതിച്ചില്ല. നമ്മൾ പല കാര്യത്തിലും തമിഴന്മാർ മണ്ടന്മാരാണ്, വിഡ്ഢികളാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല. അവരവരുടെ കാര്യം കാണാൻ വളരെ സ്വാഭാവികമായിട്ടും ശക്തരാണ്. ഇപ്പോൾ നമ്മൾ 3 ഭാഷ പഠിച്ചാൽ അങ്ങനെ, ഇപ്പോൾ ദേശീയ ലെവലുള്ള ടെസ്റ്റെല്ലാം നമ്മുടെ കുട്ടികൾ അവരൊപ്പം എത്താൻ പറ്റുന്നില്ല. അത് സത്യമാണ്. അത് ഏതുപോലെ എന്നറിയോ? 1970 കാലഘട്ടത്തിൽ മൊയ്തീൻ ഷാ, അന്ന് വലിയ ഇതറിയാമല്ലോ, 20 വയസ്സുള്ളൂ. അത് അന്നസീം എന്നൊരു മാസിക കൊല്ലത്തിൽ അന്ന് അന്നസീമിൽ വന്ന എൻ്റെ ഒരു ലേഖനമുണ്ട്. അതായത് മുസ്ലിം വിദ്യാർത്ഥികൾ പഠിക്കാൻ പുറകോട്ടോ. അന്ന് ഞാൻ സമർത്ഥിച്ചത് പുറകോട്ടല്ല. കാരണം അവർ സ്കൂളിൽ പഠിക്കുന്നതും അവർ മദ്രസയിൽ പഠിക്കുന്ന വിഷയങ്ങളും യാതൊരു ബന്ധവുമില്ല. ഏതാണ് സ്കൂളിൽ പഠിക്കുന്ന സബ്ജക്റ്റോട് അത് തന്നെ മദ്രസ സിലബസുണ്ട്. അതേസമയത്ത് ഹിന്ദു കുട്ടികളെ സംബന്ധിച്ച് അവർ പഠിക്കുന്ന മഹാഭാരത, രാമായണക്കാട് സ്കൂളിൽ പഠിക്കുന്ന പല വിഷയങ്ങളും. ക്രിസ്ത്യൻസിന് ആകെ സൺഡേ സ്കൂൾ 1 മണിക്കൂർ ക്ലാസ് ഉണ്ട്. മുസ്ലിങ്ങൾക്കല്ല 30 ദിവസവും ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പഠിച്ചിട്ടാണ് അന്ന് 70 കാലഘട്ടത്തിൽ മുസ്ലിങ്ങൾ ഏതൊരു ഘട്ടത്തിൽ വിജയിച്ചെങ്കിൽ അപ്പോൾ അവർ പഠിക്കാൻ പുറകോട്ടാണോ? അല്ല. ആ ഒരു പരിധി പേരിലാണ് ഞാൻ ആദ്യമായിട്ട് ഹജ്ജിന് പോകുന്നത് 78. അന്ന് ഈ മുസ്ലിയാരെ കണ്ട് ഞാൻ എങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞ് പോയി കണ്ട് പരിചയപ്പെട്ടതുള്ളൂ. പക്ഷേ എനിക്കാകെ സമ്മതിക്കാൻ പറ്റുന്ന കാര്യം, അദ്ദേഹം മരിക്കുന്ന മുമ്പ് ഒരു വസിയത്ത് പറഞ്ഞ്, കൊല്ലം ജോനപുരത്താണ് അദ്ദേഹം താമസിക്കുന്നത്, അദ്ദേഹം പള്ളി ഒക്കെ ഉള്ളത്. അവിടെയൊക്കെ മരിച്ച ആൾ അതിപ്പുറത്ത് കരുനാഗപ്പള്ളി അടുത്തൊരു റോഡിലൊരു കടുവാപ്പള്ളി ഒരു പള്ളിയുണ്ട്. ആ പള്ളി ഒരു 12 തങ്ങന്മാർ മറവട്ടുണ്ട്. അപ്പോൾ അവിടെ പെടുത്താൻ സ്ഥലമില്ല. അവിടെ ആ വഴിക്ക് കെടുത്തിയാണ് ഒരു വരമ്പ് പോലെ അടയാളപ്പെടുത്തിയത്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിലുള്ള ഈമാൻ
മുറുകെ പിടിച്ച് ശക്തമായതെങ്കിൽ നമ്മൾ മരിച്ചതിന് ശേഷം എവിടെ നിന്ന് മരിച്ച് കുഴിച്ചിട്ടത് കുഴപ്പം, അല്ലെങ്കിൽ ശവം അടിക്കുന്നത് കുഴപ്പം. ഇപ്പോൾ നമ്മുടെ 70 ഹജ്ജ് സമയത്ത് കപ്പലിൽ വെച്ച് ഞാൻ വളണ്ടിയർ ആയത്. ഒരു യൂപ്പിക്കാരൻ കാണുന്ന ഒരു 90 വയസ്സുണ്ട്, ബാത്റൂമിൽ പോയത്, അത് ഡെക്കിലാണ്, പാവപ്പെട്ട ഈ സാധാരണ ക്ലാസ്സാണ്, അവിടെ വെച്ച് മരിച്ചു. ഞാൻ വളണ്ടിയർ അത് ഞാൻ എൻ്റെ വേറെ കൂട്ടുകാരൻ കൂടി ചെന്ന് കൊണ്ട് അവസാനം കടലിലേക്ക് ഇട്ട്. അപ്പം മരിച്ചതിന് ശേഷം എവിടെ മറിവിത്താലൊന്നും വിഷയമല്ല. നമ്മുടെ ജീവിത സമയത്ത് നമ്മൾ എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. എന്തുകൊണ്ടാണ് അത് നമ്മുടെ വിഷയമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ 100% സമയം ഉണ്ടെങ്കിൽ 3ആയിട്ട് വിഭജിച്ച് 33.3 വരുന്നത്, 99.9%. അപ്പോൾ 100 തികതില്ല. അപ്പം നമ്മൾ പഠിക്കേണ്ടത് ഹിന്ദി പഠിക്കണം, മാതൃഭാഷ മലയാളം പഠിക്കണം, പിന്നെ ഇംഗ്ലീഷ് പഠിക്കണം. അപ്പം നമുക്ക് പഠിക്കാൻ കിട്ടിയ സമയം, നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ കിട്ടിയ സമയം 66.66% ടൈം. മറ്റ് വടക്കേ ഇന്ത്യൻ കുട്ടികൾ 100% കിട്ടണം. അവർ ഹിന്ദി പഠിച്ചാൽ മതി, അത് മാതൃഭാഷ, പിന്നെ ഇംഗ്ലീഷ് മതി, 2 ഭാഷ പഠിച്ചാൽ മതി. 3 ഭാഷകൾ ഭരിക്കുമ്പോൾ അതും കൂടി കുട്ടികളുടെ സമയം പോകല്ലേ. ഏത് ഭാഷ പഠിക്കും നല്ലതാണ്, അത് വേറെ കാര്യം. അത് കോമ്പറ്റീഷൻ, ഈ ദേശീയ മത്സരങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ പുറകോട്ട് പോകാൻ ഒരു പ്രധാന കാരണം അത് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് ഓക്കെ. അപ്പോൾ തമിഴ്നാട് ഹിന്ദിക്കെതിരെ സമരം ചെയ്യുമ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ഹിന്ദിക്കെതിരെ എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കുന്ന കാര്യത്തിലാണ്. ഹിന്ദി ഭാഷ പഠിക്കുന്നത് ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ അറബി പഠിക്കുന്നുണ്ട്, ഫ്രഞ്ച് പഠിക്കുന്നുണ്ട്, കേരളത്തിൽ സംസ്കൃതം പഠിക്കുന്നുണ്ട്. അത് നിർബന്ധമല്ല. ഈ നിർബന്ധമാവുക ബുദ്ധിമുട്ട്, പഠിക്കാൻ താല്പര്യം പഠിച്ചോട്ടെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ത്രിതല ഭാഷ തമിഴ്നാട് അനുകൂലിക്കുന്നത്. കേരളം, കർണാടക അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് റാമോളിൽ നിന്നുകൊണ്ട് അതെല്ലാം സമ്മതിച്ചു. അതിൻ്റെ തീക്തഫലം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതേ സമയത്ത് നമ്മൾ പറഞ്ഞത് ഹിന്ദി പഠിക്കേണ്ടതെന്നല്ല നമ്മൾ ഒരിക്കലും പറയുന്നില്ല. ഏത് ഭാഷ പഠിക്കാൻ നിർബന്ധമാക്കിയത് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ കേരളീയർ എന്തേ സംബന്ധിച്ച് അത് അനുകൂലിച്ച് 3 ഭാഷ സംബന്ധിച്ച് നമുക്കൊരു രാഷ്ട്രഭാഷയില്ല. അതിന് മനസ്സിലാക്കണം. ദേശീയ ഭാഷ എന്ന് പറയുന്ന ഹിന്ദി പറയുന്നല്ലാതെ അത് രാഷ്ട്രഭാഷയായിട്ട് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ ആ നിലയ്ക്ക് ഹിന്ദി പഠിക്കേണ്ടതും ഹിന്ദി പഠിക്കുന്നത് തെറ്റൊന്നുമല്ല. പക്ഷെ അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഹിന്ദി പഠിക്കുമ്പോൾ അവസരം കിട്ടി നമ്മുടെ കുട്ടികൾക്ക് അത്രയും എത്താൻ പറ്റുന്നില്ല. പക്ഷേ ഇനി കേരളത്തെ സംബന്ധിച്ച് നമ്മൾ ഈ രീതി ഹിന്ദി ഒന്നും മാറാൻ പോകുന്നില്ല. കാരണം കേരളത്തെ നിയന്ത്രിക്കുന്നത് തൊഴിലാളി സംഘടനകളാണ്. അത് CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും അവരെല്ലാം ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ പേടിപ്പിച്ച് തൊഴിലാളി സംഘടന, അത് NGO പോലെ അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസ് NGO പോലെയൊക്കെ തൊഴിലാളി സംഘടന. അങ്ങനെ വരുമ്പോൾ ഇനി ഹിന്ദി വേണ്ടതെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമോ? അവർ 100 അധ്യാപകരുണ്ട്, ഹിന്ദി അധ്യാപകർ, അവർ സമ്മതിക്കില്ല. അവർക്ക് റാമോളി നിൽക്കും. അതായത് അത് അറിയണമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ പെൻഷൻ ആനുപാതിക പെൻഷനിലത്തെ പിന്നെ ഒരു പെൻഷൻ സമ്പ്രദായം കൊടുന്നൂടെ? ഇവിടെ സഖാക്കളും കോൺഗ്രസ്സും സമ്മതിച്ചില്ല. ഇപ്പം നിലവിലുള്ളത് തന്നെ വേണമെന്ന്. അതായത് ആകെ കിട്ടുന്ന വരുമാനത്തിൻ്റെ 90% പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും പലിശ കൊടുക്കാനാണ്. എത്ര ലക്ഷം കോടി രൂപയുടെ പെൻഷൻ കൊടുത്തത്? ആ പെൻഷൻ സമ്പ്രദായം മാറ്റി തൊഴിലാളി ജോലിക്ക് കയറുമ്പോൾ അവന് ആകെ പെൻഷൻ തുക കണക്കാക്കിയിട്ട് പോളിസി എടുക്കുക, ഇൻഷുറൻസ് പോളിസി. ആ പോളിസിക്ക് അടയ്ക്കേണ്ട പ്രീമിയത്തിൻ്റെ പകുതി സർക്കാർ, പകുതി ഈ വ്യക്തി എടുക്കണം. അങ്ങനെ അടിച്ച് 10-30 വർഷം അടിച്ചു കഴിഞ്ഞാൽ അവൻ പെൻഷൻ ആവും. റിട്ടയർമെൻറ്റ് വരുമ്പോഴേ അവൻ നല്ല സംഖ്യ പെൻഷൻ കിട്ടും. സർക്കാരിന് യാതൊരു ബാധ്യതയില്ല, സമൂഹത്തിന് ബാധ്യതയില്ല. പക്ഷെ ആ രീതിയുടെ ഈ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് സർവ്വ തൊഴിലാളി യൂണിയനിൽ ഞാനൊക്കെ ക്ഷണിച്ച് ഞാൻ പോയില്ല. ഹിന്ദു മുസ്ലിം കിസാൻ പഞ്ചായത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ. ആ നിലക്ക് ഞങ്ങൾ പോയില്ല. അത് കാരണം ആ രീതി എതിർക്കാൻ പറ്റില്ല. അപ്പം അതാണ് ഇവിടുത്തെ അവസ്ഥ. അതിനർത്ഥം സംഘടിത ശക്തി തൊഴിലാളി നേതാക്കളാണ് നിയമം ഉണ്ടാക്കുന്നതും നിയമം നടപ്പിൽ വരുത്തുന്നതും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നിയമം മാറിയാൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യം നമ്മുടെ കുട്ടികൾക്ക് കിട്ടില്ല. അവർ അടിച്ചമർത്തപ്പെടും, അവർ അത് ഉൾക്കൊണ്ട് പോകണം, അവർ കഷ്ടപ്പെട്ട് പഠിക്കണം, എന്നിട്ടാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഹിന്ദി എന്ന ത്രിതല ഭാഷാ സമ്പ്രദായത്തെ അനുകൂലിക്കാൻ വാസ്തവത്തിൽ നമുക്ക് താല്പര്യമില്ല. അതേസമയത്ത് കേരള ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റോ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് പറയുമോ? അവർ അംഗീകരിച്ച ഭാഷയാണ്. അതേസമയത്ത് നമ്മൾ വീണ്ടും പറയണം, ഹിന്ദി പഠിക്കേണ്ടതല്ല. ഒരു രാഷ്ട്രഭാഷയായിട്ട് ഹിന്ദി അംഗീകരിച്ചില്ല. രാഷ്ട്രഭാഷ നമുക്കില്ല. അത് നിർബന്ധമായി രാഷ്ട്രഭാഷ, ആ ഭാഷ നിർബന്ധമാണ്, അതില്ല. പിന്നെ ഉള്ളത് ദേശീയ ഭാഷ എന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ്. അത് പഠിക്കട്ടെ, പഠിക്കാതെ പഠിക്കട്ടെ.
അതാണ് അതിനൊരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ജനങ്ങളെ എങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കാവോ അതിനെല്ലാം ഈ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ തൊഴിലാളി സംഘടനകളും പിന്നെ കരുതി കൂട്ടി ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. തൊഴിലാളി പബ്ലിക്ക് പാവമില്ലേ, അവൻ സംഘടിതരല്ലോ, അവനെ എതിർക്കാൻ പറ്റുമോ, അവൻ അനുഭവിക്കാൻ തന്നെ. ഇപ്പോൾ നമ്മൾ പെട്രോളിൻ്റെ വില വർധന, സാധനങ്ങൾ വില വർധന ആരും ഉപയോഗിക്കണ്ടോ? രാഷ്ട്രീയക്കാർക്ക് എന്ത്, പ്രതിപക്ഷത്തെ എന്ത്, ഭരണപക്ഷം എന്ത്, അവർക്ക് ഏതെല്ലാം നിലയിൽ വരുമാനമുണ്ട്. ഇപ്പം ആലുവയിൽ അമീതുള്ള ഒരു കമ്പനിയുണ്ട്, അവർ അമീതുള്ള അവരുടെ വാപ്പ മക്കാർപള്ളി. അപ്പോൾ ചെമ്പറയ്ക്ക് ഞങ്ങൾ പള്ളിയിൽ വന്നപ്പോഴേ സ്ഥലം വിട്ടുകൊടുക്കാൻ പറയും വഴിക്ക് വേണ്ടി. അപ്പോൾ അമീതുള്ള കുറച്ച് കൂടുതൽ കൊടുക്കാൻ പറഞ്ഞു, മകൻ പറഞ്ഞു. അപ്പോൾ വാപ്പ പുള്ളിക്ക് എന്താ, പുള്ളിക്ക് ഉപ്പിൻ്റെ ഏജൻസി ഉണ്ട്, തീപ്പെട്ട് ഏജൻസി ഉണ്ട്, പല ഏജൻസി ഉണ്ട്. ഞാനോ എനിക്ക് കുറച്ച് വെളിച്ചമായിട്ട് കൊടുക്കാറേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇടും. ഇവിടെ എന്ത് ചെയ്താലും പ്രതിപക്ഷത്തിന് വരുമാനം കിട്ടും. ഉൾപ്പെടുന്നത് ഈ സാധാരണ ജനങ്ങൾ തന്നെയാണ്, അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന്, രാഷ്ട്രീയത്തിൽ കിടന്നാൽ ഞാനിപ്പോൾ ഈ മദനി സാഹിബ് ഇപ്പോൾ സീരിയസ് ആയിട്ട് കിടക്കാണല്ലോ, അസുഖമാണ്. ഞാൻ അദ്ദേഹത്തെ പാർട്ടിയോടും പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചെങ്കിലും അദ്ദേഹം ആ പഴയ സ്റ്റൈലിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായില്ല. ആ മൗലവിയുടെ അതേ പ്രയോഗം, പ്രവൃത്തി, പ്രസംഗ ശൈലിയൊക്കെ ആയിരുന്നു. അങ്ങനെയല്ല, നമ്മൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ അത് ആ രീതിയിൽ കുറച്ച് മാറ്റം വരുത്തിയില്ല. അങ്ങനെ ഒന്നും ആകാതെ അദ്ദേഹം ഇപ്പോൾ ജീവനായിട്ട് മല്ലിട്ടിരിക്കുകയാണ്. പടച്ചവനെ അവസ്ഥ മാറ്റി കൊടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇത് പറയുമ്പോഴാണ് നമ്മുടെ പിന്നീട് ഒരു തടിയൊരാളിൻ്റെ പേര് എന്താണ്, മാത്യു സാമുവൽ പറഞ്ഞ് പിന്നെ ക്രിസ്തുദേവൻ പിഴച്ച സന്തതിയാണെന്ന് ഏതൊരു മുസ്ലിയാർ പറഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല. അത് 100% തെറ്റ് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഭർത്താവില്ലാതെ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ആ സ്ത്രീ നമ്മൾ മോശക്കാരിയായിട്ട് പറയുള്ളൂ. പക്ഷേ ദൈവത്തെ തീരുമാനം അതിന് മോശമായിട്ട് കണക്കാക്കാൻ പാടില്ല, എതിർക്കാനും പാടില്ല. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട് മിസ്റ്റർ മാത്യു സാമുവൽ, അത് ഒരു വ്യക്തിയാണ് പറഞ്ഞത്, പ്രവാചകനായ ഒരു വ്യക്തിയാണ്. ഈ ജോർജ് പറഞ്ഞതറിയോ, ലോക മുസ്ലിങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. 200 കോടി ജനസംഖ്യയുള്ള 100 രാഷ്ട്രങ്ങളുള്ള മുസ്ലിം സമുദായം അവർ ഏകണ്ഠമായിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് നമ്മുടെ ഗവൺമെൻറ് പിന്നീട് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് ഒരു ലെറ്റർ കൊടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ഞങ്ങൾ ജോർജ് ഈ നിലയ്ക്ക് അവഹേളിച്ചു, ലോക മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അതിന് തെളിവുണ്ട്, പ്രൂഫുണ്ടല്ലോ. അവർ ഇതുവരെ മിണ്ടിയിട്ടില്ല. അവരിടപെട്ടാലോ എന്തായിരിക്കും നമുക്ക് ഇന്ത്യയുടെ അവസ്ഥ? അപ്പോൾ ഈ മാത്യു സാമുവൽ പറഞ്ഞ് ജോർജ് പറഞ്ഞ് ഇത്ര ആകാൻ വേണ്ടിയാണ് കൊണ്ട് ജോർജിൻ്റെ വാക്ക് ഉച്ചരിക്കണം. ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞോ ഒരു പ്രസംഗത്തിൽ, നിലക്കലല്ല, ഈരാറ്റുപേട്ട സ്ഥലമുണ്ട്, അവിടെ ഇത് സ്ഫോട വസ്തു പിടിച്ചു, അത് കേരളത്തെ 2 മടങ്ങ് തകർക്കാൻ പറ്റുമെന്ന്. ആകെ കുറച്ച് ജലാസ്റ്റിക് സ്റ്റിക്ക് എന്ന് പറയും, അത് ഈ പാറ പൊട്ടിക്കുമ്പോൾ വെടിമരുന്ന് അറിഞ്ഞ ഒരു ഇതാണ്, അത് അപകടകാരി തന്നെയാണ്. അതായിരിക്കും ഒരു പിടിച്ചത്. അങ്ങനെ പിടിച്ചിട്ട് തന്നെ നിയമവിരുദ്ധമാണെങ്കിൽ അത് ശിക്ഷിക്കണമെന്ന് യാതൊരു സംശയക്കാത്തില്ല. ഒരു വക തീവ്രവാദത്തെയും ഞങ്ങളുടെ സംഘടന അനുവദിക്കില്ല. ഒരുവിധ തീവ്രവാദത്തെ മാത്രം വർഗീയവാദത്തെ അനുവദിക്കില്ല, രാജ്യദ്രോഹത്തെ അനുവദിക്കില്ല, ഒന്നുമില്ല. രാജ്യസ്നേഹി അല്ലാത്ത ഏതൊരു നിയമത്തെയും ഏതൊരു സംഘടന ഞങ്ങൾ അങ്ങേയറ്റം എതിർക്കും. അത് ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷൻ വെച്ചാൽ നിങ്ങളുടെ ആശയത്തെ ഞങ്ങൾ അങ്ങേറ്റം എതിർക്കും, പക്ഷേ നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്തുകൊണ്ട് അത് നേരിടും എന്ന് പറയുന്ന പോലെ രാജ്യത്തന്മയ്ക്ക് വേണ്ടി, രാജ്യത്ത് നിലനിൽപ്പ് വേണ്ടി നമ്മുടെ ജീവൻ കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങളുടെ ഗ്രൂപ്പാണ് ഞങ്ങളിത്. പക്ഷേ ജോർജ് പറഞ്ഞതാണ്, ഈ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിക്കരുത്. അത് പറഞ്ഞ് ശരിയാണോ? ഇപ്പോൾ പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞത് 4000 എന്നാക്കിയപ്പോൾ അപ്പം പറഞ്ഞത് 400 എന്ന്. ഏതാണ് ശരി? അത് ഇന്നലെ ഞാൻ പറഞ്ഞവരെടുത്ത്, ഈ ക്രിസ്ത്യൻ സമുദായത്തെ പെൺകുട്ടികൾ ഇങ്ങനെ ആരെങ്കിലും കാക്കന്മാർ വന്ന് പിന്നെ ഞങ്ങളുടെ ദൃഷ്ടി അങ്ങനെയല്ല. പിന്നെ ജോർജ് പ്രസംഗിച്ചുവല്ലോ, അതായത് 14 വയസ്സുള്ള പെൺകുട്ടിയും 42 വയസ്സുള്ള ഒരു ഇതും കൂടി വയനാട്ടിൽ പോയി, അതാരാ നിങ്ങൾക്ക് അറിയാലോ പറഞ്ഞു. അത് മുസ്ലിം, ഇത് മുസ്ലിമല്ല, അതൊന്നും പെൺകുട്ടി മുസ്ലിമല്ല, പോയ 40 വയസ്സായ മുസ്ലിം, അവർ ഇതാണ് ഹിന്ദു സമുദായം തന്നെയാണ്. അപ്പോൾ എൻ്റെ ജോർജ്, നിങ്ങളെ നശിപ്പിക്കാനാണ് ഈ സംഘപരിവാർ ഇടപെട്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ അപകടം ചെയ്യും, ആരും സംശയമില്ല. ഇത് ഈ മാത്യു സാമുവൽ എത്ര കെട്ടുപിടിച്ചാലും ആകെ 10% ക്രിസ്ത്യാനികൾ കേരളത്തിലുള്ളത്. 16% കൺവേർട്ട് ക്രിസ്ത്യാണ്. അത് ക്രിസ്ത്യായിട്ട് അംഗീകരിച്ചില്ല, ഇപ്പോഴും അംഗീകരിച്ചില്ല. അത് മനസ്സിലാക്കണം. 1/3 ജനസംഖ്യ നിങ്ങൾ മതം മാറ്റിയേക്കാണ്. എന്നിട്ട് നിങ്ങൾ പറയാണ് ലവ് ജിഹാദ് ഉണ്ടെന്ന്. എന്തൊരു വിരോധാഭാസം നോക്കി.
ാണ്. എന്നിട്ട് നിങ്ങൾ വേണം ലവ് ജിഹാദ് ഉണ്ടെന്ന്. പിന്നെ സാമുവൽ കാര്യം പറഞ്ഞു, ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ചോദിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾ ചോദിച്ച് മുസ്ലിങ്ങളെ എതിർക്കേണ്ട ആവശ്യമാണ്. അതിന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ സോഫിയ പള്ളി തുർക്കിയിലെ. അത് ഞാൻ പറഞ്ഞ മുസ്ലിം സമുദായത്തിൽ ലീഗിനോട് പറഞ്ഞു, നിങ്ങളെ പേരൊന്ന് മാറ്റ്, ഈ നശിച്ച പേര് മുസ്ലിമിന് കുഴപ്പമില്ല, നിങ്ങൾ രാഷ്ട്രീയത്തിൽ മാറൽ ഈ നാണക്കേണ്ടത് അത് മാറ്റ്. അത് തന്നെയല്ല, ഹാദിയ സോഫിയ പള്ളി സർക്കാർ വില കൊടുത്ത് വാങ്ങിച്ചാണ് സർക്കാർ കെട്ടത്. ക്രിസ്ത്യൻ സമുദായത്തിന് അതിന് ആ കാലഘട്ടത്തിൽ നല്ല വില, ഇരട്ടി വില കൊടുത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അതിന് രേഖയുണ്ട്. അതുകൊണ്ട് തങ്ങൾ എഴുതി തെറ്റൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അത് ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാമായിരുന്നു. ഞങ്ങളതാ പറഞ്ഞത്. ഇപ്പോഴെന്താണ് കുഞ്ഞാക്ക് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും യോജിക്കണം, എതിർക്കും എന്നൊക്കെ പറയുമ്പോൾ എത്ര കണ്ട് സങ്കീർണമാണ്. ഇയാൾക്ക് പിടിച്ച് അകത്തട ഒരു നിയമജ്ഞരും ഒന്നും ഇല്ല, ഇവിടെ കോടതി ഒന്നും ഇല്ലേ, മുഖ്യമന്ത്രി ഇല്ലേ കേരളത്തിൽ. ഇതുപോലെ വർഗീയത പറയുന്ന അയാൾ അകത്തടൻ്റെ എന്തൊരു കാര്യമുള്ളൂ. ഇപ്പോൾ ജോർജ് ആയിട്ട് എന്ത് ചെയ്ത് ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ജോർജിന് ഒരു അപകടം പറ്റിയാൽ അതിൻ്റെ പേരിൽ കത്തിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം ആസൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ടെൻഷൻ എടുത്തു പോകുമ്പോൾ തന്നെ ഒന്നുമല്ല തന്നെ മരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം പറ്റും. ജനങ്ങൾ ചിലത് സഹിക്കാൻ പറ്റാതെ എന്തെങ്കിലും കൈക്കതിരിക്കും. അതെല്ലാം ഈ സമുദായത്തെ പേരിലേക്ക് വരുന്നു. അതിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാക്കുന്ന വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൻ്റെ ഗൂഢാലോചന നടക്കുന്നുണ്ട്. അത് പോലീസ് ശ്രദ്ധിക്കണം, പിന്നെ മുഖ്യമന്ത്രി ശ്രദ്ധിക്കണം, എല്ലാ രാഷ്ട്രീയ പാർട്ടി ശ്രദ്ധിക്കണം. 10 വോട്ടിന് വേണ്ടി ഇതൊക്കെ ചെയ്താൽ ഞാൻ ഈ മാത്യു സാമുവൽ പറയും 16% 10%, അതിൽ 5% എങ്ങനെയൊക്കെ വന്നാലും തല്ലിക്കൊന്നാലും കോൺഗ്രസ് പോകില്ല. ബാക്കി 5% 2% വോട്ട് BJP കിട്ടുള്ളൂ. ബാക്കി 3% കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകും. കാരണം അവരെല്ലാം ലൈനിലുണ്ട്. ഈ 2% ക്രിസ്ത്യാനി വോട്ട് കിട്ടിക്കൊണ്ട് ആകെയുള്ള 10%എങ്കിൽ 2% വരുള്ളൂ. 2% വോട്ട് കിട്ടിയാൽ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റുമോ മാത്യു സാമുവലെ? അതിനുവേണ്ടി നിങ്ങൾ എന്തിനാണ് ഈ പാവപ്പെട്ട ക്രിസ്ത്യൻ സമുദായത്തെ നിങ്ങൾ വെറുതെ തെരുവിലിറക്കി അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, അവരെ ഭാവി കളയിപ്പിക്കുന്നത്? നിങ്ങൾക്ക് വല്ല നേട്ടം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്തോ. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിൽ പാവപ്പെട്ട സമുദായത്തിൽ അങ്ങനെയുണ്ട്. നിത്യവൃത്തി കഴിയാൻ പോലും പറ്റാത്ത ആൾക്കാരുണ്ട്. 10-40 വയസ്സായിട്ടും വിവാഹപ്രായം ഉണ്ടായിട്ടും കല്യാണം കഴിക്കാൻ പറ്റുമോ കഴിക്കാതെ എത്ര കുടുംബങ്ങളുണ്ടെന്നറിയാം. ഒരിക്കറിയാം. ഇതൊന്നും നിങ്ങൾ സഭ അവരെ സഹായിക്കുന്നില്ല. സഭ സഹായിക്കുമെങ്കിൽ അവിടെ ഒരു 9 വർഷം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാൻ പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ സഭ ഇടപെട്ടോ? മറ്റേ പെണ്ണ് ആത്മഹത്യ ചെയ്യുമ്പോൾ സഭ ഇടപെട്ടോ? സഭ ഇടപെട്ടതെല്ലാം ആർക്കാണ്? സമ്പന്നന്മാർക്കും പിന്നെ വേണ്ടുപിടിച്ച് അച്ഛന്മാരെ സഹായിക്കാനാണ് സഭ ഇടപെടുന്നത്. ഇതാണ് സഭയുടെ രീതി. അവൻ്റെ ജോർജ് മാത്യു സാമുവലെ, അപ്പം നിങ്ങൾ സങ്കീർണമാക്കി നമ്മുടെ രാജ്യത്തെ തകർക്കരുത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പറയുമ്പോൾ ഞാൻ 1-2 കാര്യം പറയുന്നത് നിർത്താണ്. കോൺഗ്രസ് UDF അടുത്ത പ്രാവശ്യം വേണമെന്ന് മദ്രി സാഹിബും പറയുന്നതല്ല, കുഞ്ഞാക്കായും പറയുന്നുണ്ട്. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ജനസംഖ്യയിൽ കേരളത്തിൽ 25% 7%, ഏതാണ്ട് 1-2% കൂടെ കുറയും ചെയ്യും. കൂടാൻ സാധ്യത കുറയുള്ളൂ. അതിൽ ഇത്തവണ പാഠം പഠിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ 9 ജില്ലാ ഭാരവാഹി സെക്രട്ടറിമാരെ വെച്ച്, ആകെ 14ആണ്, 9 3 മുസ്ലിം 2 ക്രിസ്ത്യൻ, 9 12 14. അപ്പോൾ 25% ഈട് വിഭാഗത്തിന് അവർ പാർട്ടിയിൽ നിന്ന് അല്പം അകന്ന് പോയപ്പോൾ ഒഴിവാക്കുക. ബാക്കി ഒരു സമുദായം വെച്ചിട്ടില്ല, താഴ്ന്നൊന്നും വെച്ചിട്ടില്ല. കാരണം വോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഞാൻ ഈ കോൺഗ്രസിനോട് ചോദിക്കണം, ഏതായാലും 40% ജനസംഖ്യ മുസ്ലിങ്ങളുണ്ടെന്നാണ് RSS പറയുന്നത്. അവർക്ക് കള പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ 40% മുസ്ലിം സമുദായത്തിൽ ജില്ലാ പ്രസിഡൻ്റായിട്ട് നിങ്ങൾ എത്ര പേര് വച്ചിട്ടുണ്ട്? എത്ര പേർ വഹിക്കണം? അപ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഈ മുസ്ലിം ലീഗ് നല്ല ശതമാനം ആളാണ്. മുസ്ലിം ലീഗ് കൊണ്ട് സമ്മതിച്ചു, അതൊരു സത്യമാണ്. പക്ഷേ ആകെ മുസ്ലിം ജനസംഖ്യ 3-1 മാത്രം അവർ അനുഭാവമുള്ളൂ. ബാക്കി 2 ഭാഗം പുറത്താണ്. എന്നിട്ട് എത്ര നിങ്ങൾ പരിഗണിക്കുന്നുണ്ട്? ആ മലപ്പുറം ജില്ലയിലെങ്കിലും ഒരു മുസ്ലിം വഹിക്കാൻ പറ്റുമോ? അത് ലീഗ് സമ്മതിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ചെയ്ത്. അതിൽ നമ്മൾ EMS എന്ത് ചെയ്ത്? കോൺഗ്രസ് മധ്യസഭയിലൊന്നും മുസ്ലിങ്ങൾ എടുത്തില്ല, ലീഗ് കൂടെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെ വന്ന ബുദ്ധിമുട്ടായതുകൊണ്ട് EMS എന്ത് ചെയ്ത്? അങ്ങനെ EMS ഇമ്പിച്ചു ആവുന്ന മുസ്ലിമിനെ ആദ്യമായിട്ട് മന്ത്രിസഭയിലെടുത്ത്. ആദ്യം EMS കണ്ട ബുദ്ധി, അപ്പോൾ ബുദ്ധിയുള്ള മുസ്ലിം ലീഡേഴ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരണമെങ്കിൽ ലീഗിൽ നിൽക്കാതെ മന്ത്രിയാകുമെന്ന് തോന്നലുണ്ടാക്കണ്ടേ? അതാണ് ആ ഒരു തോന്നൽ കോൺഗ്രസ് എത്ര ഓഫ് ചെയ്തിട്ടുണ്ട്. മുസ്ലിം ലീഗ് പറയുന്നത് കേട്ട് എല്ലാ സ്ഥലത്തും അവർ പറയുന്ന പോലെ അടിയറവ് വയ്ക്കല്ലേ. എന്നാൽ അതിൻ്റെ മെച്ചമുണ്ടോ? വോട്ട് കിട്ടുന്നുണ്ടോ?
വോട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാസർഗോഡ് മുതൽ പാലക്കാട് വരെ 65 സീറ്റിൽ കോൺഗ്രസ്സിൽ മുഴുവൻ മത്സരിച്ചത്. അതിൻ്റെ എത്ര പേര് ജയിച്ചോടെ? 10-15 പേരെ ജയിച്ചുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുണ്ടായിരുന്ന ലീഗ് ആയിരുന്നെങ്കിൽ നിങ്ങൾ ജയിക്കണ്ടില്ലേ? അപ്പോൾ ലീഗിൻ്റെ ഒരു സ്ഥാനം കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പക്ഷേ ആ ലീഗ് മുസ്ലിം എന്ന പേര് മാറ്റിയുള്ള ലീഗിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് മുസ്ലിം സഹോദരൻ ബാക്കിയുള്ള കൊടുക്കണമെന്നേ. എല്ലാ സമുദായം തുല്യമായിട്ട് കൊടുക്കണം. അല്ലാതെ നമ്മൾ ആരും ഉപേക്ഷിക്കാൻ പറയുന്നില്ല. ഇപ്പോൾ CPM-ൻ്റെ സെക്രട്ടറി മെമ്പറായിട്ട് ശർമ്മ വെച്ചു. എത്ര വർഷം ആ മുഖം കണ്ട് സുഹൃത്താണ്, ഞങ്ങൾ അടുത്ത് വളരെ സുഹൃത്തുക്കളാണ്. പക്ഷേ അദ്ദേഹത്തെ ആകെ എനിക്ക് കുഴപ്പമില്ല. അതല്ല, കണ്ട് മടുത്ത മുഖമല്ലേ. എന്താണ് കുഴപ്പം? ധീവര സഭയിൽ നിന്ന് ഒരൊറ്റ ആളുള്ളൂ, അത് ശർമ്മയാണ്. ശർമ്മ മറ്റ് വേറെ ആളെ കൊണ്ടുവരാൻ ഈ 50 വർഷമായിട്ട് വേറെ ആൾ വളർത്തിക്കൊണ്ടുള്ള സഹാക്കൾ. ധീവര സഭയുടെ ഒരാൾ പോലും ശർമ്മയുടെ ആൾക്കാരും വളർത്തിക്കൊടുന്നില്ല. എനിക്ക് കിഴപ്പുള്ളയും അതാണ് ഇപ്പോൾ കോൺഗ്രസ് എസ്സിൽ കടത്തമ്പള്ളി പോലെ കടത്തമ്പള്ളി ശേഷം അത് ആ സ്ഥാനം തീർന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും കാലത്തിനനുസൃതമായ രീതിയിൽ മാറ്റത്തിന് വിധേയമാകാത്തതിൻ്റെ ക്ഷീണമാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ശർമ്മ ഏതൊരു വയസ്സായി വരുമ്പോൾ അടുത്ത ജൂനിയറെ വളർത്തിക്കൊണ്ടുവരും. ധീവരന്മാരില്ലേ, അത് 4% കേരളത്തിൽ. അതാണ് അവസ്ഥ. ഇത് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയണത്, ഞാനൊരിക്കൽ ഹൈക്കോടതി ജംഗ്ഷനിൽ നിരാഹാരം ഇരുന്നാണ്. എന്താണ് ഇപ്പോൾ നമ്മൾ കൊച്ചിൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ എറണാകുളത്ത് കേരളത്തിൻ്റെ സംസ്ഥാന പാതകൾ നോക്കിയാൽ ആ മരങ്ങളെല്ലാം വയസ്സായി നിൽക്കുന്ന മറിഞ്ഞ് വെട്ടിമാറ്റാൻ റോഡ് വക്കത്ത് നിൽക്കുന്ന വൃദ്ധ മരങ്ങൾ വളരെ പ്രായമായി. അത് വെട്ടിമാറ്റാൻ പറഞ്ഞാൽ എല്ലാം വെട്ടിമാറ്റി ഇവർ വരില്ല. അതുകൊണ്ട് വേറെ പകരം ചെടി വെച്ച് അത് 4, 5, 10 വർഷം കഴിയുമ്പോൾ ഓരോന്നും പഴയത് വെട്ടിമാറ്റിയാണ് പുതിയ തലമുറ സൃഷ്ടിക്കണം. അത് കാലഘട്ടത്തെ അനിവാര്യതയാണ്. നമ്മൾ ചെയ്യുന്നുണ്ടോ? ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ് ചെയ്യുന്നുണ്ടോ? BJP ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ വേണ്ട നാർക്കോട്ടിക്, അതായത് ലഹരി എന്നുള്ള വലിയൊരു ആപത്തായിട്ട് അതിനെന്ത് ഞങ്ങളൊരു പാർട്ടിയായിട്ട് അധികമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് കൊണ്ടാലും ഇതൊരു 5-10 വർഷം മുമ്പ് ശ്രദ്ധിക്കേണ്ടതെന്ന്. അതിൻ്റെ പേരിൽ ഇനി ആൾക്കാർ ശീലിച്ചുപോയി, മാറ്റം പ്രയാസമാണ് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും ചിന്തിക്കേണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി? ഞാനിത് ഒരു കാര്യം പറഞ്ഞ് നിർത്താണ്. നമ്മുടെ ഹൈക്കോടതിയുടെ പഴയ കളക്ടറേറ്റിൻ്റെ ഭാഗത്ത് പിന്നെ എന്തുകൊണ്ട് പാർക്ക് അവന്യൂ റോഡുണ്ട്. പാർക്ക് അവന്യൂ റോഡിൽ ഒരു 10, 100, 200 മരങ്ങൾ അപ്പുറത്ത് 2 സൈഡിലുണ്ട്. അതിൽ കുറേയൊക്കെ പോയി. നമ്മൾ പാലാട്ട് കലൂന്നൊക്കെ വേർത്തൊലിച്ച് അവിടെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഈ സീസണിൽ ചെല്ലുമ്പോഴേ നമുക്ക് കുളിർവും ആശ്വാസം കിട്ടും. അതാരാണ് ആ മരം വെച്ചുപിടിച്ചോ? ജസ്റ്റ് P. ജാനകിയമ്മ എന്ന ഒരു മഹതിയാണ്. ആ മഹതി അന്ന് ഇമ്പാല കാർ എന്നല്ല, വെറും അംബാസിഡർ കാറ് മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിന്ന് ജെവിന എന്ന് പറഞ്ഞ പാതിൽ വെള്ളം കൊണ്ടുവന്ന് അതിൻ്റെ ഡ്രൈവറും ജഡ്ജി ഡ്രൈവറും അവരോട് ഒരുമിച്ച് വെള്ളം വളർത്തിയെടുത്തത്. വർഷങ്ങൾക്ക് ചെയ്താൽ 10, 60, 70 വർഷം മുമ്പ്. അവർ മരിച്ചിട്ട് വർഷം 10, 35 വർഷം അവർ ഉപയോഗിക്കുന്നുണ്ടോ? പക്ഷെ വരും തലമുറയ്ക്ക് എത്ര സുഖമാണ് അവിടെ വരുമ്പോൾ. അതുപോലെ നമ്മൾ ഭാവി തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒരു മരങ്ങൾ തെരുവിൽ നിൽക്കുന്ന നിങ്ങൾ വെട്ടിമാറ്റല്ല വച്ചുപിടിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കി. എറണാകുളം ഞാൻ ഇന്നലെ കടവന്തര ഭാഗത്തൊക്കെ പോയി. എല്ലാ മരങ്ങളും ഉണ്ട്, നല്ല വൃദ്ധനായ മരങ്ങൾ. പക്ഷെ ഒന്നും പുതിയ വെച്ചുപിടിപ്പിക്കുന്നില്ല. ഇപ്പോൾ ഞാൻ സെൻട്രൽ സ്കൂളൊക്കെ ഉണ്ട് കടവന്തര ഗാന്ധിനഗറിലൊക്കെ. അവിടെയൊക്കെ നല്ല കൂറ്റൻ മരങ്ങളുണ്ട്. ഓരോന്ന് മറിഞ്ഞു വീഴും, വെട്ടിമാറ്റല്ലാതെ പുതിയ വെച്ചുപിടിപ്പിക്കില്ല. ഗവൺമെൻറ് അടിയന്തിരമായിട്ട് ഈ നിൽക്കുന്ന മരങ്ങൾക്കെല്ലാം പകരം മരം വച്ചുപിടിക്കും. ഇനിയിപ്പോൾ ഈ അടുത്ത സീസണിൽ വരുമ്പോൾ, മഴക്കാലം വരുമ്പോൾ വച്ചുപിടിപ്പിച്ച് അതൊരു 5, 10 വർഷം കഴിഞ്ഞ് ഒരുവിധം പാകാവുമ്പോൾ ഓരോന്നോരോന്ന് പഴയത് വെട്ടിമാറ്റി കാശ് കിട്ടും, തടി വെട്ടാൻ കിട്ടും. അല്ല ഇപ്പോൾ മാറ്റാൻ പറ്റുമോ? അത് ചെയ്യണം. പിന്നെ മറ്റൊന്ന്, ഈ കുഴുവേലിപ്പടിയല്ലാത്ത തേവക്കൽ സെക്ഷൻ ഉണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ. അപ്പോൾ തേവക്കൽ സെക്ഷനിലെ ഇലക്ട്രിസിറ്റി ബോർഡിലെ സെക്ഷനിൽ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിക്കണം. അവിടെ കുറേ ദിവസമായിട്ട് മിക്കവാറും ദിവസങ്ങളിൽ മഗ്‌രിബിൻ്റെ സമയം സന്ധ്യാസമയത്ത് പവർ കട്ടാണ്, അപ്രഖ്യാപിത പവർ കട്ടുണ്ട്. അത് ജനങ്ങൾക്ക് ചിലർക്ക് സംശയം തോന്നിട്ടുണ്ട്, ഈ നോമ്പായതുകൊണ്ട് ചെയ്യുന്ന ഒരു പാരയാണെന്ന്. ഏതായാലും അങ്ങനെ തെറ്റിദ്ധാരോട് മാറ്റണം. നാളെ 10 മണിക്ക് ശേഷം ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ നേരിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ സെക്ഷനിൽ ബന്ധപ്പെട്ടവർ നിങ്ങളത് ശ്രദ്ധിക്കണം. മനുഷ്യനെ കൊണ്ട് ഇപ്പോഴത്തെ ഈ നോമ്പ് കാലമാണ്, അവരെ കൊണ്ട് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. അല്ലെങ്കിൽ തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഈ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ക്ഷീണം വരും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.